السلام عليكم ورحمة الله وبركاته. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സൂറത്തു സജ്ദയുടെ 6-ാമത്തെ പാർട്ടിൽ 16-ാമത്തെ ആയത്ത് മുതൽ 18-ാമത്തെ ആയത്ത് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 16-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിനോട് ഭയവും ആശയും നിമിത്തം പ്രാർത്ഥന ചെയ്തുകൊണ്ട് അവരുടെ പാർശ്വങ്ങൾ കിടപ്പുസ്ഥാനങ്ങളിൽ വിരിപ്പുകളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കുന്നുള്ളൂ. തതജാഫ അകന്നുപോകും, ജുനൂബുഹും അവരുടെ പാർശ്വങ്ങൾ, അനിൽ മളാജിഅ കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന്, യദ്ഊന അവർ പ്രാർത്ഥിച്ചുകൊണ്ട്, റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിനോട്, ഖൗഫൻ പേടിയാൽ ഭയന്നുകൊണ്ട്, വതമഅൻ ആശയാലും ആഗ്രഹിച്ചും, വമിമ്മാ റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന്, യുൻഫിഖൂൻ അവർ ചിലവഴിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ഈ മുഅ്മിനുകൾ രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി തങ്ങളുടെ സുഖസമ്പൂർണവും ആനന്ദദായകവുമായ മെത്തകളിൽ നിന്നും അതിനേക്കാൾ ആനന്ദകരമായ തന്റെ രക്ഷിതാവുമായുള്ള സ്വകാര്യ സംഭാഷണത്തിനു വേണ്ടി വേറിട്ടു പോകുന്നതാണ്. നരകശിക്ഷയെ ഭയപ്പെട്ട് അതിൽ നിന്നും രക്ഷപ്പെടാനും സ്വർഗത്തെ ആഗ്രഹിച്ച് അത് കരഗതമാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരും ആകുന്നു ഇവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസികളുടെ 3 ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനോടനുബന്ധിച്ചുള്ള മറ്റു 2 ഗുണങ്ങളെ പറ്റിയാണ് 16-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ അവരുടെ ഗുണം 16-ാമത്തെ ആയത്തിൽ പറയുന്ന 4-ാമത്തെ ഒരു ഗുണം, കിടപ്പുസ്ഥലങ്ങളിൽ നിന്നും അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചും ഭയപ്പെട്ടും കിടപ്പുസ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് അവർ എന്നതാണ് 4-ാമത്തെ ഒരു വിശ്വാസിയുടെ ഗുണമായി കൊണ്ട് അള്ളാഹു പറയുന്നത്. 5-ാമത്തെ ഗുണം, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അവർ അള്ളാഹു നൽകിയതിൽ നിന്നും ചിലവഴിക്കുന്ന ആളുകളാണ്. ഇവിടെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും. ഇന്നത് ചിലവഴിക്കുന്നവർ എന്ന ഒരു ഖൈദ്, എന്ന ഒരു നിബന്ധന അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് പൊതുവെയായിക്കൊണ്ടാണ്, ആമായിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. ആയതിനാൽ നന്മയുടെ മേഖലയിൽ ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള ചിലവഴിക്കലുകളും ഇതിൽ ഉൾപ്പെടുമെന്നതാണ് മുഫസ്സിറുകൾ പറയുന്നത്. അത് ധനികനു മാത്രമുള്ള ചിലവഴിക്കലല്ല, മറിച്ച് ദരിദ്രനും ധനികനും ഉള്ളതിൽ നിന്നും ചിലവഴിക്കുക. അത് കുടുംബത്തിനാകട്ടെ, കൂട്ടുകാർക്കാകട്ടെ, നാട്ടുകാർക്കാകട്ടെ, അത് സ്വതക്കയായിട്ടോ സക്കാത്തായിട്ടോ മറ്റെന്ത് രൂപത്തിലുമാകട്ടെ. അപ്പോൾ മൊത്തത്തിൽ അള്ളാഹു നൽകിയതിൽ നിന്നും ചിലവഴിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഇനി അനിൽ മളാജി എന്ന് പറഞ്ഞാൽ കിടപ്പുസ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. മൽജ എന്ന പദത്തിന്റെ ബഹുവചന രൂപമാണ് മളാജി. അപ്പോൾ കിടപ്പുസ്ഥലങ്ങളിൽ നിന്നും അള്ളാഹുവിനെ സ്മരിക്കാൻ മാറി നിൽക്കുന്നവരാണവർ എന്നതിലെ ഉദ്ദേശം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് ഒഴിഞ്ഞു നിൽക്കുന്നവരാണവർ എന്നതാണ്. ഇനി ഇവിടുത്തെ ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഇഖ്തിലാഫുണ്ട്. അഥവാ കിടപ്പുസ്ഥലങ്ങളിൽ നിന്നും അള്ളാഹുവിനെ സ്മരിക്കാൻ മാറി നിൽക്കുന്നവരാണവർ എന്നതിലെ ഏത് നമസ്കാരത്തിനെ പറ്റിയാണ്, ഏത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ് കിടപ്പറകളിൽ നിന്നും കിടപ്പുസ്ഥലങ്ങളിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നത് എന്നതിൻ്റെ ഉദ്ദേശത്തെ പറ്റി പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം നമുക്ക് 4 രൂപത്തിലേക്ക്
മനസ്സിലാക്കാം. ഒന്ന്, അത്തനഫുലു ബില്ലൈല, രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം. രണ്ടാമത്തത് പണ്ഡിതന്മാർ പറയുന്നു രാത്രിയിലെ ഇശാ നമസ്കാരത്തെ പറ്റിയാണ്. മൂന്നാമത്തത് മഗ്രിബിൻ്റെയും ഇശായുടെയും ഇടയിലെ സുന്നത്ത് നമസ്കാരം, അത്തനഫുലു മാ ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിൻ്റെയും ഇശയുടെയും ഇടയിലെ സുന്നത്ത് നമസ്കാരത്തെ പറ്റിയാണ് ഇവിടുത്തെ ഉദ്ദേശം. നാലാമത്തത് സുബഹി നമസ്കാരത്തെ പറ്റിയാണ്. എന്നാൽ ഈ 4 അഭിപ്രായത്തിലും ജുംഹൂറിൻ്റെ അഭിപ്രായം, ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം എന്നത് തന്നെയാണ്. ഏതായിരുന്നാലും രാത്രിയിൽ നമസ്കരിക്കുന്ന നിസ്കാരത്തെ പറ്റിയാണ് ഇവിടെ അള്ളാഹു പ്രതിപാദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഇരുട്ടുള്ള സമയത്ത് നമസ്കാരത്തിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ കാന ഖിയാമി നിസ്ഫി ലൈല വമൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ കാന ഖിയാമി ലൈലത്തിൻ. ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ രാത്രിയുടെ പകുതിയും അവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാകുന്നു. വമൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ കാന ഖിയാമി ലൈല, രാത്രി പൂർണ്ണമായും നിന്ന് നമസ്കരിച്ചവനെ പോലെയാകുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ നിരവധി ഹദീസുകൾ രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്ര ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അമലുകളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ വയുബാഇദുനി മിനന്നാർ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്നും അകറ്റുന്നതുമായ ചില പ്രവർത്തനങ്ങളെപ്പറ്റി പ്രവാചകരെ എനിക്ക് പറഞ്ഞു തന്നാലുമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് സഅൽത അൻ അംരിൻ അളീം, അല്ലയോ മുആദ്, താങ്കൾ ചോദിച്ചത് അതിമഹത്തായ ഒരു വലിയ കാര്യത്തെപ്പറ്റിയാണ്. ഇന്നഹു ലയുയസ്സിറു അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, അല്ലാഹു എളുപ്പമാക്കിയവനല്ലാതെ അത് എളുപ്പമാവുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളായ 5 കാര്യങ്ങളെപ്പറ്റി അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്രവാചകൻ ചോദിച്ചു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ വാതിലുകളെപ്പറ്റി അല്ലെങ്കിൽ നന്മയുടെ വാതിലുകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ചില പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ മുആദേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതെ എന്ന് പറഞ്ഞു. ശേഷം പ്രവാചകൻ വിശദീകരിച്ചു, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്, വസ്സദഖതു തുത്ഫിഉൽ ഖതീഅ, ദാനധർമ്മങ്ങൾ അത് നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയും, കെടുത്തിക്കളയും, വസ്വലാത്തു റജുലി ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ അവസാനങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആ നമസ്കാരവും നന്മയുടെ വാതിലിൻ്റെ രൂപത്തിലുള്ളതാണ്, നന്മയുടെ വാതിലുകളിൽപ്പെട്ട അത്രത്തോളം പ്രാധാന്യമുള്ള അമലാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ ഈ ആയത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ആയത്ത് പ്രവാചകൻ ഓതുകയും ചെയ്തു എന്നതാണ് ഹദീസിൻ്റെ പൂർണ്ണമായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്രത്തോളം മഹത്വമുണ്ട് രാത്രിയിലെ നമസ്കാരത്തിന് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും മഹത്തായ നമസ്കാരം രാത്രി നമസ്കാരമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ
യറാ ളാഹിറുഹ മിൻ ബാത്തിനിഹ വബാത്തിനുഹ മിൻ ളാഹിരിഹ അഅദ്ദഹ അല്ലാഹു ലിമൻ അലാനൽ കലാം വഅത്അമ അത്അം വതാബഅ അസ്സിയാം. സ്വർഗത്തിൽ ഒരു മുറിയുണ്ട്. ആ മുറിയുടെ പ്രത്യേകത എന്താണ്? യറാ ളാഹിറുഹ മിൻ ബാത്തിനിഹ, അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് പുറംഭാഗം കാണാൻ കഴിയും. യറാ ളാഹിറുഹ, അതിൻ്റെ പുറംഭാഗം കാണാൻ കഴിയും. മിൻ ബാത്തിനിഹ, അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ തിരിച്ചും വബാത്തിനുഹ മിൻ ളാഹിരിഹ, അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് പുറംഭാഗം കാണാൻ കഴിയും. അഅദ്ദഹ അല്ലാഹു ലിമൻ അലാനൽ കലാം, ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട മുറി ആർക്ക് വേണ്ടിയാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത്? ലിമൻ അലാനൽ കലാം, സംസാരത്തെ സൗമ്യമാക്കിയവന്, വഅത്അമ അത്അം, ഭക്ഷണം നൽകിയവന്, വതാബഅ അസ്സിയാം, നോമ്പ് തുടരെ അനുഷ്ഠിച്ച ആളുകൾക്ക്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ച ആളുകൾക്കും പ്രത്യേകമായി അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ സ്വർഗത്തിലെ ഒരു മുറി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും സഹോദരന്മാരെ, ഇത്രയേറെ പ്രതിഫലമുള്ള പ്രാധാന്യമുള്ള ഒരു അമലാണ് രാത്രി നമസ്കാരം. ആ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ 16-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 17-ാമത്തെ ആയത്തിൽ നമുക്ക് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്: ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അതിനാൽ കൺകുളിർമയായി ആനന്ദകരമായി കൊണ്ട് അവർക്ക് വേണ്ടി ഗോപ്യമാക്കി സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ളത് ഒരാൾക്കും അറിയാവുന്നതല്ല. അതെ, അവർ പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമായിട്ട്. ഫലാ തഅലമു, ആകയാൽ എന്നാൽ അറിയുന്നതല്ല, നഫ്സുൻ ഒരാളും, മാ ഉഖ്ഫിയ ഗോപ്യമാക്കി ഒളിപ്പിച്ചു വെക്കപ്പെട്ടിട്ടുള്ളത്, ലഹും അവർക്ക് വേണ്ടി, മിൻ ഖുർറത്തി അഅ്യുനിൻ കൺകുളിർമയായിട്ട്, ജസാഅൻ പ്രതിഫലമായി, ബിമ യാതൊന്നിന്, കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന. ഹൃദയം ഈറനണിയുന്ന, കൺകുളിർക്കുന്ന ഏതൊക്കെ തരം സ്വർഗീയ സുഖങ്ങളാണ് വിശ്വാസികളുടെ പ്രവർത്തന നിമിത്തം അവരെ കാത്തിരിക്കുന്നതെന്ന് ഒരാൾക്കും അറിയുകയില്ല എന്നതാണ് 17-ാമത്തെ ആയത്തിൻ്റെ ഉദ്ദേശം. സജ്ജനങ്ങളായ എൻ്റെ അടിമകൾക്കായി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിക്കാനാകാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിക്കൊണ്ട് ഒരു ഖുദ്സിയായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്: അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, സജ്ജനങ്ങളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഇതുവരെ ഒരു കാതും കേട്ടിട്ടില്ലാത്ത തരത്തിൽ, വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനും ചിന്തിക്കാനാകാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ ഒരു ആയത്തിന് ഒരു വിശദീകരണവുമില്ല എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഹാദാ മിമ്മ ലാ തഫ്സീറ ലഹു, ഈ ആയത്തിന് ഒരു വിശദീകരണവുമില്ല എന്ന് വെച്ചാൽ അത്രയും ധാരാളം വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത ആശയത്തെ പ്രതിപാദിക്കുന്ന ആയത്താണ് ഇത് എന്ന അർത്ഥത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ് ഈ ആയത്തിനൊരു തഫ്സീറില്ല എന്ന്. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യമുള്ള, ഇത്രയേറെ ആശയസമ്പുഷ്ടമായ ഒരു ആയത്താണ് ഈ ആയത്ത്. ആളുകൾക്ക്, വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്താണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, അഖ്ഫൗ അഅമാലഹും ഫഅഖ്ഫല്ലാഹു സവാബഹും, വിശ്വാസികളായ ആളുകൾ
അവരുടെ അമലുകൾ ഗോപ്യമാക്കി. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ വിശ്വാസികളായ മുത്തഖീങ്ങളായ ആളുകൾ എഴുന്നേറ്റ് ഗോപ്യമായി കൊണ്ട് നമസ്കരിച്ചു. അതിനാൽ തന്നെ ഫഅഖ്ഫല്ലാഹു സവാബഹും, അവർക്കുള്ള ആ നമസ്കാരത്തിനും ആ പ്രാർത്ഥനകൾക്കൊക്കെയുള്ള നന്മയും അള്ളാഹുവും ഗോപ്യമാക്കുന്നു എന്നതാണ് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ഒരുപറ്റം പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 18-ാമത്തെ ആയത്ത്, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. അപ്പോൾ സത്യവിശ്വാസിയായിരിക്കുന്നവൻ തോന്നിവാസിയായിരിക്കുന്നവനെ പോലെയാണോ? അല്ല, അവർ സമമാവുകയില്ല. അഫമൻ കാന, അപ്പോൾ ആയിട്ടുള്ളവനാണോ, മുഅ്മിനൻ സത്യവിശ്വാസി, കമൻ ഒരുവനെ പോലെ, കാന ഫാസിഖൻ തോന്നിവാസി ധിക്കാരിയായി തമ്മാടിയായിട്ടുള്ളവനെ, ലാ യസ്തവൂൻ അവർ സമമാവുകയില്ല എന്നാണ് ഈ ആയത്തിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം. അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ച, അള്ളാഹുവിൻ്റെ താക്കീതുകളെയും വാഗ്ദാനങ്ങളെയും സത്യപ്പെടുത്തിയ ഒരു വിശ്വാസിയും അള്ളാഹുവിനെയും പ്രവാചകനെയും നിഷേധിച്ച, പരലോകത്തെ തന്നെ നിഷേധിച്ച, ബഹുദൈവാരാധനയിൽ ജീവിച്ച തെമ്മാടികളും തോന്നിവാസികളും അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാകുമോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചോദിക്കുന്നത്. ഇത് അൽ ഇസ്തിഫ്ഹാമുൽ ഇൻകാരി, നിഷേധാത്മകമായ ഒരു ചോദ്യമാണ്. അങ്ങനെയല്ല എന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ചോദിച്ചത്. ലാ യസ്തവൂൻ അവർ ഒരിക്കലും സമമാവുകയില്ല. രാവും പകലും ഒരുപോലെ അല്ലാത്ത പോലെ, ഇരുട്ടും വെളിച്ചവും ഒരുപോലെയല്ലാത്തതുപോലെ അവർ ഒരിക്കലും ഒരുപോലെയല്ല എന്നതാണ് പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. കമാ ലാ യസ്തവി ലൈലു വന്നഹാർ, രാവും പകലും ഒരുപോലെയാകാത്തതുപോലെ, വള്ളിയാഉ വള്ളുൽമ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാകാത്തതുപോലെ, വകദാലിക ലാ യസ്തവി സവാബുഹുമാ ഫിൽ ആഖിറ അവർക്ക് രണ്ടുപേർക്കും പരലോകത്തുള്ള പ്രതിഫലവും ഒരുപോലെയാവുകയില്ല. രണ്ടും വ്യത്യസ്ത രൂപത്തിലുള്ള പ്രതിഫലമായിരിക്കും അവർക്കുണ്ടാകുന്നത് എന്നാണ് മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിനൊരു അവതരണ പശ്ചാത്തലം സബബുൻ നുസൂൽ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ വലീദ് ഇബ്നു ഉഖ്ബയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരു ചെറിയ തർക്കം നടക്കുകയുണ്ടായി. അപ്പോൾ വലീദ് ഇബ്നു ഉഖ്ബ എന്ന് പറയുന്ന ഈ തർക്കം നടക്കുന്ന സന്ദർഭത്തിൽ അവിശ്വാസിയായിരുന്ന വലീദ് ഇബ്നു ഉഖ്ബ അദ്ദേഹം പറഞ്ഞു, അന അബ്സതു മിൻക ലിസാനൻ വഅഹദ്ദു സിനാനൻ വഅംലഉ ഫിൽ കതീബതി ജസദൻ. നിന്നെക്കാൾ വാചാലനായ, ഏറ്റവും മൂർച്ചയേറിയ വാക്കുകളുള്ള, പോർക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നോടാണോ അലി നീ തർക്കിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്ന് ശബ്ദത്തോടുകൂടെ അലി റളിയല്ലാഹു അൻഹുവിനോട് തർക്കിച്ചു എന്നതാണ്. അപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്കുത്, നീ മിണ്ടരുത്, ഫഇന്നമാ അൻത ഫാസിഖ്, നീ തെമ്മാടിയാണ്. ഫനസലത്ത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുറൈശികളിൽപ്പെട്ട ഒരുപാട് കവികളുടെ നേതാവായിരുന്ന വലീദ് ഇബ്നു ഉഖ്ബ എന്ന് പറയുന്ന മക്കം ഫത്ഹിൽ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന ഒരു ചെറിയ തർക്കത്തിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത്. ആ സന്ദർഭത്തിൽ അവിശ്വാസിയായ വലീദും വിശ്വാസിയായ അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ സമമാവുകയില്ല എന്ന് സൂചിപ്പിക്കുന്ന ഈ ആയത്ത് ആ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്നതാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കി തരുന്നത്. ഇതേ ഒരു ആശയം, വിശ്വാസിയും അവിശ്വാസിയും സമമാവുകയില്ല എന്ന തരത്തിലുള്ള ആശയം വ്യത്യസ്ത സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ജാസിയയിൽ 21-ാമത്തെ ആയത്തായി കൊണ്ട് അല്ലാഹു പറയുന്നത്, അം ഹസിബല്ലദീന ജതറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാതി സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അതല്ല, തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിച്ചിരിക്കുകയാണോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ, അതായത് അവരുടെ രണ്ടു കൂട്ടരുടെയും ജീവിതവും മരണവും തുല്യമായ നിലയിൽ ആക്കുമെന്ന് അവർ
വിധി കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെ എന്ന് സൂറത്തുൽ ജാസിയയിൽ അള്ളാഹു നമ്മളോട് പ്രതിപാദിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്തു സ്വാദിന്റെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്: അം നജഅലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? അതല്ല, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ദുഷ്ടന്മാരെ പോലെ നാം ആക്കുമോ എന്ന് സൂറത്തു സ്വാദിൽ അള്ളാഹു ചോദിക്കുമ്പോൾ, അതേപോലെ തന്നെയാണ് അള്ളാഹു സൂറത്തുൽ ഹശ്റിന്റെ 20-ാമത്തെ ആയത്തിലും പ്രസ്താവിക്കുന്നത്: ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. നരകാവകാശികളും സ്വർഗാവകാശികളും സമമാവുകയില്ല, സ്വർഗാവകാശികൾ തന്നെയാകുന്നു വിജയം നേടിയവർ എന്ന് സൂറത്തുൽ ഹശ്റിന്റെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കം ഇതാണ്: വിശ്വാസിയും അവിശ്വാസിയും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. അവർക്ക് പരലോകത്ത് ലഭിക്കാനുള്ള പ്രതിഫലവും രണ്ടും വ്യത്യസ്തമായിരിക്കും. ഒരു കൂട്ടർക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് പ്രതിഫലം ആയിക്കൊണ്ട് സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുമായിരിക്കും ലഭിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. ഇനി അവസാനമായിക്കൊണ്ട് ഈ ആയത്തിൽ അള്ളാഹു പ്രതിപാദിച്ച ഫിസ്ഖ് എന്നതിൻ്റെ ഉദ്ദേശം സാധാരണ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മയെപ്പറ്റിയല്ല, മറിച്ച് ഒരാളുടെ വിശ്വാസത്തിൽ സംഭവിക്കുന്ന ഫിസ്ഖാണ്. എന്നുവെച്ചാൽ ബഹുദൈവാരാധനയിൽ ജീവിച്ചവരെ പറ്റിയാണ്, വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവരെ പറ്റിയാണ് ഇവിടെ പ്രസ്താവിച്ച ഫിസ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. കാരണം എന്താണ്? മൻ ലൈസ ബിമുഅ്മിനിൻ ബിഖരീനത്തിൻ ഖൗലുഹു ബഅദഹു വഖീല ലഹും ദൂഖു അദാബൻ നാരി ലദി കുൻതും ബിഹി തുകദ്ദിബൂൻ. അല്ലാഹു ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ആയത്ത്, അതിൽ അല്ലാഹു അവിശ്വാസികളായ ബഹുദൈവാരാധകരോട് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയത് നിമിത്തം അള്ളാഹുവിൻ്റെ നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്നതാണ്. അതിനുശേഷമാണല്ലോ ഈ ആയത്തുകൾ, ഈ ഫിസ്ഖിനെ പറ്റി അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫിസ്ഖ് അൽ ഫിസ്ഖു അനിൽ ഈമാനി അല്ലദീ ഹുവ ശിർക്ക് വഹുവ ഇത്ലാഖു കസീരിൻ ഫിൽ ഖുർആൻ. ഇത് ധാരാളമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വിശ്വാസത്തിലുള്ള ഒരാളുടെ പോരായ്മയാണ്, ന്യൂനതയെ പറ്റിയാണ് അള്ളാഹു ഇവിടുത്തെ ഫിസ്ഖ് എന്നതുകൊണ്ട് പ്രതിപാദിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കി തരുന്നു. ഹാദാ വല്ലാഹു തആല അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി